Hi friends, welcome back to jaya'srecipes. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ റവ കൊണ്ടുള്ള ഹൽവയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതൊരു നവരാത്രി സമയങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഹൽവയാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഓരോ തരി ഇങ്ങനെ വേറെ ആയിട്ട് ഇങ്ങനെ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ കാണാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഈ ഹൽവ, ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ ഞാനിതിന് മുന്നേ റവ കേസരിയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് പേര് എല്ലാവരും അത് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയെന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ ആ റവ കേസരിയുടെ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവർ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. പിന്നെ ഞാൻ റവ കേസരി ആയാലും ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന റവ ഹൽവ ആയാലും രണ്ടിലായാലും നെയ്യൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതിൽ കുറവ് നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ നവരാത്രിക്ക് ഉണ്ടാക്കിയ വിഭവങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ പൂരി, ഈ ഹൽവ പൂരിയുടെ കൂടിയും അതുപോലെ തന്നെ കറുത്ത കടല ഫ്രൈ ആക്കിയിട്ട്, അതുകൊണ്ട് ബ്രൗൺ കടലല്ലേ അത് ഫ്രൈ ആക്കിയിട്ട്, ഈ ബ്രൗൺ കടലയുടെ റെസിപ്പി ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരുപാട് പേരുണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണിത്, ഈ ബ്രൗൺ കടലയുടെ റെസിപ്പി. അപ്പോൾ ഇതൊക്കെയാണ്. ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ കറിയും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ പൊതുവേ നവരാത്രി വിഭവങ്ങളിൽ ഉള്ളി വെളുത്തുള്ളി ഒന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി എടുക്കുന്ന റവ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ കാണിക്കുന്നു. ഇത് രണ്ട് തരത്തിലുള്ള റവയാണ്. ഇപ്പോൾ ഈ വൈറ്റ് കളറിലെ റവ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഡെയിലി ഉപ്മാവിനൊക്കെ യൂസ് ചെയ്യുന്ന ഫൈനായിട്ടുള്ള റവയാണ്. കണ്ടില്ലേ, ഇത് വളരെ ഫൈനായിരിക്കും. ഇപ്പോൾ ഈ കാണിക്കുന്ന റവ എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ സാധാരണ ഉപ്മാവിന് ഉപയോഗിക്കുന്ന റവ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വലിപ്പം കുറച്ച് കൂടും, തരി കുറച്ച് വലിപ്പം കൂടും. ആ ഒരു റവ ഇപ്പോൾ ഈ റവ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഫൈൻ റവ കൊണ്ടും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി അപ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് നെയ്യാണ് ഒഴിക്കുന്നത്. അപ്പോൾ 1 കപ്പ് വലിയ തരിയുള്ള റവയ്ക്ക് 1/2 കപ്പ് നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് അരിഞ്ഞതും ബദാം അരിഞ്ഞതും കൂടിയിട്ട് ചേർത്തിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് ഞാൻ 1 കപ്പ് റവയാണ്, വലിയ തരിയുള്ള റവയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫൈൻ തരിയുള്ള റവ എടുക്കാം. അപ്പോൾ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് കുറച്ച് കൂടുതൽ ചേർക്കണം. ഈ ഫൈൻ തരിയാവുമ്പോൾ നെയ്യ് പെട്ടെന്ന് കുറച്ചും കൂടി കൂടുതൽ എടുക്കും. നിങ്ങൾക്ക് 1/2 കപ്പ് നെയ്യ് കൊണ്ട് ഉണ്ടാക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ 1/2 കപ്പ് നെയ്യിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്തിട്ട് ഒരു ഗോൾഡൻ കളറിൽ ഇത് വറക്കണം. നല്ലൊരു മണം വരും ഇത് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഗോൾഡൻ കളറിൽ ഇത് വറുത്തെടുക്കുക. അപ്പോൾ അത് ചെറുതായിട്ട് ഗോൾഡൻ കളർ ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാവണം. അപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ വെള്ളം ഒരു 4 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുക. 1 കപ്പ് റവയ്ക്ക് 4 കപ്പ് വെള്ളം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ചെറിയ തരിയുള്ള റവയാണെന്ന് വെച്ചാൽ 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലായല്ലോ, വലിയ റവയ്ക്ക് 1 കപ്പിന് 4 കപ്പ് വെള്ളമാണ്. നോർമൽ വെള്ളം ഒഴിച്ചാൽ മതി. ചെറിയ റവയാണ്, നമ്മൾ സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുന്ന ഫൈൻ റവയാണെങ്കിൽ 1 കപ്പിന് 3 കപ്പ് വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ വെള്ളം കുറവാണ് യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി ഇത് വറ്റി വരും. അപ്പോൾ ഇത്രയും വെള്ളം കണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. നവരാത്രിക്ക് ഇങ്ങനെയാണ് ഹൽവ ഉണ്ടാക്കുക. കുറച്ച് ഉണക്കമുന്തിരി കുറച്ച് നേരം ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ചൂടുള്ള വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാൻ വയ്ക്കുക. ആ ഉണക്കമുന്തിരി നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ട കേട്ടോ. അതിൻ്റേതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അത് നല്ല ടേസ്റ്റ് തന്നെയാണ്, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അങ്ങനെ ഇടണമെങ്കിൽ ഉണക്കമുന്തിരി നെയ്യിൽ വറുത്തിട്ട് ചേർത്താലും മതി, ഒന്നും പ്രശ്നമില്ല. ഇത് ശ്രദ്ധിക്കണം, തിളച്ച് വരുമ്പോൾ ഇത് മുഖത്തേക്ക് തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ വെള്ളം വറ്റി വന്നു തുടങ്ങി. ഈ വെള്ളം വറ്റിയിട്ട് ഇതേപോലെ ഇങ്ങനെ കുമിളകൾ കാണില്ലേ, ഇതേപോലെ ഇങ്ങനെ തിളയ്ക്കുന്ന ആ ഒരു ഇത് കാണുന്ന സമയത്ത് നമ്മൾ പഞ്ചസാര ചേർക്കണം. ഈ സമയത്ത് പഞ്ചസാര ചേർക്കാവൂ, മുന്നേ പഞ്ചസാര ചേർക്കരുത്. അപ്പോൾ ഇതിങ്ങനെ ആ വെള്ളം വറ്റി വരുന്ന ആ സമയത്ത് പഞ്ചസാര ചേർക്കുക. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര. ഇനി പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, അതൊന്നും പ്രശ്നമില്ല കേട്ടോ.
അപ്പോൾ അതും കൂടി ചേർത്തിട്ട് അപ്പോൾ ഒന്നും കൂടി ലൂസാവും പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതാ ഡ്രൈ ആയി വന്നു തുടങ്ങി, കണ്ടില്ലേ? ഇത് ഈ വലിയ റവ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിങ്ങനെ ഓരോ തരിയും ഇതിൻ്റെ ഇങ്ങനെ വേറെ വേറെ നിൽക്കും. എന്നിട്ടിത് ഇങ്ങനെ നല്ല രസം അത് കാണാൻ. അവസാനം ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടി നെയ്യ് മീതെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ ഫ്ലെയിമൊക്കെ ഞാൻ ഓഫ് ചെയ്തു. ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഡ്രൈ ആവും കേട്ടോ. ഇത് നല്ല പൂരിയുടെ കൂടെ കഴിക്കാനും പിന്നെ ഞാൻ പറഞ്ഞില്ല ബ്രൗൺ കടലയൊക്കെ കൂടിയിട്ടാണ് ഇത് കഴിക്കുക. നല്ല ടേസ്റ്റാണത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കുക. ഈ വലിയ റവ കിട്ടുന്നില്ലെങ്കിൽ ചെറിയ റവ കൊണ്ടും ഉണ്ടാക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.